നമസ്കാരം. പ്രവാസി മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൗദിയിലെ പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വിവിധതരം പദ്ധതികളാണ് ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നടപ്പാക്കി വരുന്നത്. ഇപ്പോൾ പുതിയതായി തൊഴിലാളികൾക്ക് വേതന സുരക്ഷ ഉറപ്പുവരുത്തുന്ന പുതിയ ഇൻഷുറൻസ് പദ്ധതി രാജ്യത്ത് നിലവിൽ വന്നു. സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും സൗദി അറേബ്യൻ ഇൻഷുറൻസ് അതോറിറ്റിയും ചേർന്ന് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലെ പ്രവാസി തൊഴിലാളികളെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒക്ടോബർ 6 മുതൽ പദ്ധതി നിലവിൽ വന്നതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ ഇൻഷുറൻസ് പരിരക്ഷ പ്രകാരം ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്നത് 17,500 റിയാലായി നിശ്ചയിച്ചു. ഒരു സ്ഥാപനത്തിലെ വിദേശ തൊഴിലാളികൾക്ക് വേതനവും ആനുകൂല്യങ്ങളുമായി ആകെ ലഭിക്കാനുള്ള തുക ഇൻഷുറൻസ് പദ്ധതി കവറേജ് പ്രകാരം നിശ്ചയിച്ച നഷ്ടപരിഹാര തുകയുടേതിനേക്കാൾ അധികം ആകാൻ പാടില്ല. അടിസ്ഥാന വേതനം, ആനുകൂല്യങ്ങൾ എന്നിവ ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിൽ ഉൾപ്പെടും. നഷ്ടപരിഹാരം ലഭിക്കാൻ വിദേശ തൊഴിലാളി സൗദി അറേബ്യ വിടണമെന്ന വ്യവസ്ഥയില്ല. മറ്റൊരു സ്ഥാപനത്തിന്റെ പേരിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റിയാലും നഷ്ടപരിഹാരം ലഭിക്കും. സ്വദേശത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികൾക്ക് ഇക്കോണമി ക്ലാസ് ടിക്കറ്റിന് 1000 റിയാൽ വരെ നഷ്ടപരിഹാരം ലഭിക്കും. ഇതിന് ഫൈനൽ എക്സിറ്റ് വിസ പോലെ സ്വദേശത്തേക്ക് മടങ്ങാനുള്ള മുഴുവൻ നിയമാനുസൃത നടപടികളും പൂർത്തിയാക്കിയതായി സ്വീകരിക്കപ്പെടുന്ന രേഖകൾ തൊഴിലാളി സമർപ്പിക്കണം. സ്ഥാപനം പ്രതിസന്ധിയിലായതിനാൽ 80% വരെ വിദേശ തൊഴിലാളികളുടെ വേതനം 6 മാസത്തേക്ക് വിതരണം ചെയ്യാൻ കഴിയാതെ വന്ന സ്ഥാപനത്തിലെ വിദേശ തൊഴിലാളികൾക്കാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. സർക്കാരിന് പൂർണ്ണ ഉടമസ്ഥാവകാശമുള്ള സ്ഥാപനങ്ങളിലെ വിദേശ തൊഴിലാളികൾ, പ്രൊബേഷൻ കാലയളവിലുള്ള വിദേശ തൊഴിലാളികൾ, ഗാർഹിക തൊഴിലാളികൾ, താൽക്കാലിക സീസൺ തൊഴിലാളികൾ, തൊഴിലുടമയുടെ കുടുംബാംഗങ്ങൾ, സ്പോൺസർ ക്ലബ് കളിക്കാർ, കാർഷിക തൊഴിലാളികൾ, ഇടയന്മാർ, പ്രത്യേക ജോലിക്കായി എത്തുന്ന തൊഴിലാളികൾ എന്നിവരെ പുതിയ ഇൻഷുറൻസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും പദ്ധതി പ്രകാരമുള്ള പരിരക്ഷ ലഭിക്കില്ല. സൗദി അറേബ്യയിലെ പ്രവാസി തൊഴിലാളികളുടെ സംരക്ഷണവും അവകാശങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഞങ്ങളുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതി. തൊഴിലുടമകൾ അവരുടെ വേതന ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന ഒരു ഇൻഷുറൻസ് സേവനം അവതരിപ്പിക്കുന്നതെന്ന് മന്ത്രി അഹമ്മദ് ബിൻ സുലൈമാൻ അൽ റാഹ്ജി പറഞ്ഞു. കമ്പനി നഷ്ടത്തിലാവുകയോ തൊഴിലുടമ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുകയോ ചെയ്യുന്ന അപൂർവ സന്ദർഭങ്ങളിൽ തൊഴിലാളികൾക്കുള്ള ഒരു സുരക്ഷാ വല എന്ന നിലയിലാണ് തൊഴിലാളികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം സംരക്ഷിക്കുന്നതിനുള്ള ഈ സുപ്രധാന ചുവടുവയ്പ്പെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതിലാണ് മന്ത്രാലയത്തിന്റെ മുൻഗണന. തങ്ങളുടെ വേതന ബാധ്യതകൾ നിറവേറ്റുന്നതിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തുന്ന തൊഴിലുടമകൾക്ക് കർശന പിഴകൾ നിലവിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു.